ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. എന്തൊക്കെയാണ് കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടെന്ന പ്രതീക്ഷയോടുകൂടി ഒരു വീഡിയോ എടുക്കാൻ വന്നതാണ്. ഇവിടെ എന്നോ ഞാൻ ചെയ്തു തരുമെന്ന് പറഞ്ഞതാണ്. എനിക്ക് കൃത്യമായിട്ടൊരു സമയം കിട്ടാത്തത് കൊണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാപമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പ്രിയപ്പെട്ട മക്കളെ, പല കുട്ടികൾക്കും ബുദ്ധിമുട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഗുണിക്കാൻ, പോയിന്റുള്ള നമ്പർ ഗുണിക്കാനും അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനൊന്നും അറിയില്ല എന്നുള്ളത്. ഇത് എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഒരു പ്രശ്നമാണ്. 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കും 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഉള്ള പ്രശ്നമാണ്. സോ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ കുറച്ച് ചോദ്യങ്ങൾ പറയുകയാണ്. ഇത്രയുള്ളൂ സംഭവം. ഇപ്പോൾ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ 1.73 ഇൻറ്റു 2.14 എന്ന് പറയുന്ന നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം നിങ്ങളോട് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു പണിയില്ല, എല്ലാവരും ശ്രദ്ധിക്കുക. ഇത്രേ ഉള്ളൂ. പോയിന്റ് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ അപ്ലൈ ചെയ്യാൻ കേട്ടോ. പകുതി വെച്ച് സ്റ്റെക്കാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കാം. 2 നമ്പർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 1.73 ഇൻറ്റു 100 എന്ന് എഴുതുന്നു. പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ ആണ് എങ്കിൽ നമ്മൾ 1 കഴിഞ്ഞിട്ട് 2 0 വെച്ചിട്ടുള്ള നമ്പർ എഴുതും. ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ശരിക്കും ഈ 100 കട്ടായി പോയാൽ എന്താണ് കിട്ടുക? 1.73 എന്നാ കിട്ടുക. ഇൻറ്റു 2.14 ആണെങ്കിലോ 2.14 ഇൻറ്റു ഇതേപോലെ 100/100. ഓക്കെ, ഇങ്ങനെ ആൻസർ ചെയ്യാം. സംശയമൊന്നുമില്ലല്ലോ മക്കളെ. ഇനിയാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഈ പോയിന്റ് എന്തായി പോവും? മാഞ്ഞു പോവും. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.73 എന്നുള്ളത് 173 ആവും. ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 2.14 എന്നുള്ളത് 214 ആവും ബൈ 100. ഓക്കെ ആണല്ലോ മക്കളെ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. 173നെയും 214നെയും നിങ്ങൾ ഗുണിക്കാൻ പറ്റുമല്ലോ. എത്ര കിട്ടും? 37,000. ഇത് വലിയ നമ്പർ ആയതുകൊണ്ടാണ് കുറച്ച് അധികം വരുന്നത്. ഇത് സാധാരണ പോലെ നിങ്ങൾ ഗുണിക്കാൻ പറ്റും. ഇവ തമ്മിൽ ഗുണിച്ചാൽ 173 ഇൻറ്റു 214 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 37,022 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 തന്നെ 4 0. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ചോദ്യം ചെയ്യാൻ വളരെ സിമ്പിളാണ്. അടിയിൽ എത്ര 0 ഉണ്ട്? 4 0. അപ്പോൾ 4 നമ്പർ ഇപ്പുറത്ത് ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. സോ ഇതിൻ്റെ ഫൈനൽ ആൻസർ എത്രയാണ്? 3.7022. ഇനി പോയിന്റ് എവിടെ ഇട്ടാന്ന് കൺഫ്യൂഷൻ ആളുകൾക്ക് ഒരു സിമ്പിൾ ട്രിക്ക് കൂടി പറഞ്ഞുതരാം. നമുക്കറിയാം 1 2 ഗുണിച്ചാൽ എന്തായാലും ഒരിക്കലും എന്താവില്ല? 37 വരില്ല. യാതൊരു സംശയമില്ല. 370 വരില്ല. അപ്പോൾ 1 2 ഗുണിച്ചാൽ മാക്സിമം വരാൻ ചാൻസ് ഏതാണ്? 3ലേക്കാണ് മാക്സിമം എടുക്കുക. അവിടെ പോയിന്റ് ഉണ്ടായതുകൊണ്ട് 3 എന്ന് പറഞ്ഞ നമ്പറിനെ ചാൻസ് ഉള്ളൂ. അപ്പോൾ 3.7022 എന്ന് എഴുതിയാലും മതി. സോ ഇങ്ങനെയാണ് ഈ 2 നമ്പറുകൾ തമ്മിൽ നമ്മൾ എന്താക്കുന്നത്? ഗുണിക്കുന്നത്. ഇത് ഏത് ക്വസ്റ്റ്യനിലും പറ്റും കേട്ടോ. ഏതൊരു ക്വസ്റ്റ്യൻ വരാണെങ്കിലും. ഇപ്പോൾ ഞാനിപ്പോൾ 2.6 ഇൻറ്റു 3.75. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ആൻസർ സിമ്പിളാണ്. പോയിന്റ് ചെയ്യേണ്ട എത്ര നമ്പർ ഉണ്ട്? ഒരു നമ്പർ. അപ്പോൾ 10 എന്ന് എഴുതിയാൽ മതി ബൈ 10. 3.75 പോയിന്റ് ചെയ്യേണ്ട എത്ര നമ്പർ ഉണ്ട്? 2 നമ്പർ ഉണ്ട്. ഇപ്പോൾ ഇൻറ്റു 100 എന്ന് എഴുതാം ബൈ 100. ആൻസറായി. നേരത്തെ ചെയ്ത അതേ മെത്തേഡ്. 2.6 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 26 ബൈ 10. 3.75 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 375 ബൈ 100. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 26 ഇൻറ്റു 375. മക്കളെ, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു? നിങ്ങൾക്ക് ഇത് ഇത്രയും ടെൻഷൻ ആയിരുന്നു, ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ കമൻറ്റാണ് ഏറ്റവും പ്രിയപ്പെട്ടത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് വേറെ തന്നെയാണ്. സോ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 9750 കിട്ടും ബൈ 10 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 1000 ആണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ അടിയിൽ 3 0 ഉണ്ട്. സോ 3 പോയിൻ്റ് ഇപ്പുറത്തെ ഒരു പോയിൻ്റ് ഇടാം. സോ 9.750. 0 ലാസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ പോയിൻ്റ് ഉള്ള നമ്പർ ഗുണിക്കാൻ ഇത്രേ പണിയുള്ളൂ. കൂട്ടാൻ ഞാൻ പഠിപ്പിക്കേണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് മക്കളെ. കൂട്ടാനാണ് ചോദിച്ചതെങ്കിൽ ഈ സെയിം സംഭവം 2.6 പ്ലസ് 3.75 ഒരു പണിയുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ഓർഡറിൽ അങ്ങ് എഴുതിയാൽ മതി. കറക്റ്റ് ഓർഡർ 2.6 പ്ലസ്. അപ്പോൾ ഇവിടെ ഒരു ഒഴിവ് കാണാം. ഒഴിവുള്ളിടത്തൊക്കെ 0 ഇട്ട് കൊടുത്താൽ മതി. ആഡ് ചെയ്യാം. 0 5 5 6 7 13 3 2 5 1 6 6.35. സോ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ? അപ്പോൾ വലിയ നമ്പറിന് ചെറിയ നമ്പർ കുറയ്ക്കാം. അപ്പോൾ വലിയ നമ്പറിന് 3.75 ആണ്. അതിന് ചെറിയ നമ്പർ 2.60 അങ്ങ് സബ്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, എപ്പോഴും വലിയ നമ്പറിന് ചെറിയ നമ്പർ കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 - 0 സമം 5. 7 - 6 സമം 2. 3 - 2 1. ഓക്കെ, 3.75 മൈനസ് 2.60. 3.75 മൈനസ് 2.60 എന്ന് പറഞ്ഞാൽ യെസ്, നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 7 6 1 ആട്ടോ, സോറി 1. ഇനി സെയിം ക്വസ്റ്റ്യൻ തിരിച്ചാണ് ചോദിച്ചിട്ടുണ്ടെങ്കിലോ 2.60 മൈനസ് 3.75
അതും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സെയിം ഉത്തരം എഴുതുക, എന്നിട്ട് ലാസ്റ്റ് മൈനസ് ഇട്ട് കൊടുത്താൽ മതി. സെയിം ഐഡിയ കേട്ടോ. അപ്പം കുറയ്ക്കാനും ഇങ്ങനെയാണ്. ഇനി ഒരു കാര്യത്തിനൂടെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, കൃത്യമായിട്ട് അറിയാം, അത് ഡിവിഷനാണ് അല്ലേ. ഡിവിഷൻ എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഡിവിഷൻ എങ്ങനെ ചെയ്യാം എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളോട് പറയാണ് 1.3 ഡിവൈഡഡ് ബൈ 2.7 എത്രയാണ്? 1.3 ഡിവൈഡഡ് ബൈ 2.7. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്യേണ്ടുള്ളൂ. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാം കേട്ടോ ഇതിൻ്റെ എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നുള്ളത്. സോ 1.3 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്താൽ 1.3 തന്നെ. 2.7 ആണെങ്കിൽ 2.7 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10. ഓക്കെ, ഇത് 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ന്യൂ നമ്പേഴ്സ്, പിന്നെ അതേപോലെ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അഥവാ പുതിയ സംഖ്യകൾ, പിന്നെ അഭിന്നയ ഗുണനം, അതിലൊക്കെ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും? 10ാം ക്ലാസ്സുകാർക്കാണെങ്കിൽ ട്രിഗണോമെട്രി, സോളിഡ്സിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. 13 ഡിവൈഡഡ് ബൈ 10, 27 ഡിവൈഡഡ് ബൈ 10. 13 ഡിവൈഡഡ് ബൈ 10, 27 ഡിവൈഡഡ് ബൈ 10. സോ ഇതിന് ആൻസർ തരും 10 10 കട്ട് ചെയ്യുക 13/27. 13നെ നിങ്ങൾക്ക് 27 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 13 ഡിവൈഡഡ് ബൈ 27. അപ്പോൾ നമുക്ക് പോയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് ആദ്യം തന്നെ നമ്മൾ എന്താക്കുന്നു, 13 27 പോകാത്തത് കൊണ്ട് ഒരു 0 ഇടുന്നു. എന്നിട്ട് 130 നിങ്ങൾ എന്ത് ചെയ്യുക, 27 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 13നെ 27 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോസിബിൾ അല്ല. അപ്പോൾ നമ്മളൊരു 0 ഇട്ട് കൊടുക്കുക, അപ്പോൾ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. 130നെ 27 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ഇനി കുറച്ച് വലിയ നമ്പർ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് 3.14 അല്ലെങ്കിൽ 6.28 ഡിവൈഡ് ബൈ 1.4. ഇതിന് ആൻസർ അങ്ങനെ ചെയ്യും. മക്കളെ പോയിൻ്റ് ചെയ്യേണ്ട എത്ര നമ്പർ ഉണ്ട് നോക്കുക, 2 നമ്പർ. അപ്പോൾ ഇൻറ്റു 100 ബൈ 100. 1.4 പോയിൻ്റ് ചെയ്യേണ്ട നമ്പർ ഉണ്ട് 1 ഇൻറ്റു 10 ബൈ 10. എത്ര നമ്പർ ഉണ്ടോ അതിനനുസരിച്ച് പൂജ്യങ്ങൾ ഇട്ട് കൊടുത്ത ആൻസറായി. 6.2 പറഞ്ഞാൽ 628 ബൈ 100 ഡിവൈഡഡ് ബൈ 1.4 ഇൻറ്റു 10 പറഞ്ഞാൽ 14 ബൈ 10. മക്കളെ ഇത്രേ ഉള്ളൂ. എ ബൈ ബി ബൈ സി ബൈ ഡി ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഈ രീതിയിൽ വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ഡി ആണ് എങ്കിൽ ഇതിൻ്റെ ഉത്തരം എ ബൈ ബി ഇൻറ്റു ആ സി ബൈ ഡിനെ തിരിച്ച് ചെയ്തിട്ട് ഗുണിച്ചാൽ മതി, ഇൻറ്റു ഡി ബൈ സി. സെയിം ഐഡിയ എവിടെ അപ്ലൈ ചെയ്യുന്നു? 628 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 14/14 തിരിച്ച് ചെയ്താൽ 10/14 എന്ന് വരും. 10/14. അപ്പോൾ ഈ 0 ഈ 0 കട്ട് ചെയ്യാം. അപ്പോൾ എത്ര വന്നു? 628 ഇൻറ്റു 1 628, 10 ഇൻറ്റു 14 140 അല്ലേ. ഇനി സാധാരണ പോലെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാലോ. 628നെ 140 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. ചെയ്ത് നോക്കുക, ആൻസർ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ്. എങ്കിൽ ഞാൻ ഒരു 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തരാം. 3.25 ഡിവൈഡഡ് ബൈ 0.25. ഇതിന് ആൻസർ എത്താൻ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിന് ആൻസർ ചെയ്തെത്രേ ഉള്ളൂ. പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ ഉണ്ട് 100 ബൈ 100. ഇതിൻ്റെ ആൻസർ ഉണ്ട് പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ ഉണ്ട് 100 ബൈ 100. ഓക്കെ, അതേപോലെ തന്നെ 3 ഇനി വേണ്ട അല്ലേ. 5.23 ഇൻറ്റു 1.6. ഇതിന് ആൻസർ എത്രയാണെന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് പോയിൻറ്റിൻ്റെ ഡെസിമൽ ഫോമിൻ്റെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാനുണ്ടാവും. അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന പ്രതീക്ഷയോടുകൂടി പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. Bye bye guys.